പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഫ്രാക്ഷനിലെ ബാക്ക് ആൻഡ് ഫോർത്ത് എന്നുള്ള കോൺസെപ്റ്റാണ്. എ സ്മോൾ ജാർ ക്യാൻ ഹോൾഡ് 2 liters ഓഫ് വാട്ടർ. ഒരു ചെറിയ ജാറിൽ 2 ലിറ്റർ വെള്ളം കൊള്ളും. ഓക്കെ, ഈ ജാറിൽ 2 ലിറ്റർ വെള്ളം കൊള്ളും. ദെൻ ആൻഡ് എ ലാർജ് ജാർ ക്യാൻ കണ്ടെയ്ൻ 6 ലിറ്റർ ഓഫ് വാട്ടർ. ഓക്കെ, ഈ വലുതിനകത്ത് നമുക്ക് എത്ര കൊള്ളും? 6 ലിറ്റേഴ്സ് കൊള്ളും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും എത്ര പ്രാവശ്യം ഒഴിച്ചാലാണ് നമുക്കിതെന്ന് അറിയുക? ഇപ്പം 2 + 2 + 2 3 പ്രാവശ്യം ഒഴിക്കണമല്ലോ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? 2 × 3 ടൈംസ് എന്ന് പറയാം ഇതിനകത്ത് കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ്, അല്ലേ? ഇനി നമുക്ക് എങ്ങനെ പറയാം? ഈ 6 ലിറ്റർ, 6നെ നമുക്ക് 3 2 പാർട്ടാക്കാമേ. അപ്പം ഇത് എത്ര പാർട്ടായത്? 1/3 1/3 1/3. അപ്പോൾ ഇതിൻ്റെ 1/3 പാർട്ടാണ് ഇതിൽ കൊള്ളുന്നത്, ഉറപ്പല്ലേ? അപ്പം 6 × 1/3 എന്ന് പറയാം. അതായത് 6ൻ്റെ 1/3 ഭാഗമാണ് ഈ ഒരു പാത്രത്തിലേക്ക് കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ചോദ്യം നമ്പർ 1 ഇതാണ്. പേജ് നമ്പർ 51-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ലെങ്ത് ഓഫ് വൺ സ്ട്രിങ് ഈസ് 4 meters and the length of another string is 14 meters. What fraction of the longer string is the shorter string? അതായത് വലിയ ചരടിൻ്റെ എത്ര ഭാഗമാണ് ചെറിയ ചരട് എന്നാണ് ചോദ്യം. അതാണ് 14 മീറ്റർ നീളമുള്ള ഒരു ചരട്, അടുത്തത് 4 മീറ്റർ നീളമുള്ള മറ്റൊരു ചരട്. ഇത് എത്ര ഭാഗമാക്കിയാൽ ആണ് നമുക്ക് ഈ 4 കിട്ടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പാർട്ട് ഫ്രാക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ, വാട്ട് ഫ്രാക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതുന്നത് സ്മോളർ ലെങ്ത് മുകളിൽ എഴുതുക. ദ ലെങ്ത് ഓഫ് എ സ്മോളർ സ്ട്രിങ്, ലെങ്ത് ഓഫ് സ്മോളർ സ്ട്രിങ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ലാർജർ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് സ്മോളർ സ്ട്രിങ് 4, ലെങ്ത് ഓഫ് ലാർജർ സ്ട്രിങ് എന്ന് പറയുന്നത് 40. അപ്പോൾ എത്ര പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം? നമുക്ക് ഹാഫ് ഇത് 2ൻ്റെ ടേബിളിലുണ്ടെങ്കിൽ നമുക്ക് പകുതി ആക്കി എഴുതുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. 2/7 പാർട്ട് എന്ന് എഴുതാം നമുക്ക്. വാട്ട് ഫ്രാക്ഷൻ എന്ന ചോദ്യം, വാട്ട് ഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ടർ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്. അപ്പോൾ ഷോർട്ടർ ആയിട്ട് എന്താണെങ്കിലും അത് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുക, ലോങ്ങർ ആയിട്ടുള്ളതാണെങ്കിൽ ലാർജർ ആയിട്ടുള്ളത് ഡിനോമിനേറ്റർ. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ 4/14 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/7. ഇനി ഹൗ മച്ച് ടൈംസ് ഓഫ് ദ ഷോർട്ടർ സ്ട്രിങ് ഈസ് ലോങ്ങർ സ്ട്രിങ് എന്ന് ചോദിച്ചാലോ, ഹൗ മച്ച് ടൈംസ് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടത് വലിയതിൻ്റെ നീളം 14 ഡിവൈഡഡ് ബൈ ഷോർട്ടർ സ്ട്രിങ്ങിൻ്റെ നീളം താഴെ എഴുതാം, ഡിനോമിനേറ്ററിൽ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/2 ടൈംസ് എന്ന് എഴുതാം. ഫ്രാക്ഷൻ ആ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഫ്രാക്ഷൻ എന്നുള്ള വേർഡും ടൈംസ് എന്ന് പറയുന്നത് എത്ര മടങ്ങെന്ന് ചോദിക്കുമ്പോൾ ബിഗർ നമ്പർ ന്യൂമറേറ്ററിൽ എഴുതണം. ഫ്രാക്ഷൻ എത്ര ഭാഗമാണ്, എത്ര പാർട്ടാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്മോളർ നമ്പർ ന്യൂമറേറ്ററിൽ മറന്നു പോകരുത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ 1 iron block weigh 6 kilogram and another 26 kilogram. What fraction of the weight of the heavier block is the lighter block എന്ന് ചോദിക്കുമ്പോൾ 6/26 എന്ന് എഴുതിയാൽ മതിയാവും. ഹൗ മച്ച് ടൈംസ് ഓഫ് ദ വെയിറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് ഈസ് ഹെവിയർ ബ്ലോക്ക്. ഹൗ മച്ച് ടൈംസ് എന്ന് ചോദിക്കുമ്പം 26/6 എന്നാണ് എഴുതേണ്ടത്. വേണ്ടത് നമുക്ക് ഹാഫ് ആക്കി എഴുതിയാൽ നമുക്ക് എങ്ങനെ വരും? 13/3 ടൈംസ് എന്ന് ഇതിനെ എഴുതാം. ഇത് 3/13 പാർട്ട് എന്ന് എഴുതാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. എ പംകിൻ ഈസ് കട്ട് ഇൻറ്റു 3 equal pieces. 2 pieces together weighing 1 kilogram. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഓൾ പംകിൻ? ഒരു മത്തങ്ങ നമ്മുടെ കയ്യിലുണ്ട്. അതിന് നമ്മൾ എന്താണ്, ഒരു മത്തങ്ങ നമ്മുടെ കയ്യിലുണ്ട്. ആ മത്തങ്ങയെ 3 ഈക്വൽ പാർട്ടാക്കി നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഈ 2 എണ്ണം ചേർത്താൽ, ഈ 2 പീസുകൾ ചേർത്താൽ നമുക്ക് എത്ര കിലോഗ്രാം ആവും? 1 kg. ഈക്വൽ പീസസ് ആണ്, എല്ലാം ഈക്വൽ പീസസാണ്. അപ്പോൾ എത്ര ഈക്വൽ പീസസ് ചേരുമ്പോഴാണ് 1 kg ആവുന്നത്? അപ്പോൾ ഇത് 1/2 kg, ഇത് 1/2 kg. എല്ലാം ഈക്വൽ പാർട്ടാണല്ലോ. സോ ഇതും എന്ത് തന്നെ വരും? 1/2. അപ്പോൾ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഓൾ പംകിൻ? ആകെ ഈ പംകിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ
1.5 kg എന്ന് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. നമുക്കവിടെ സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്തു. നാലാമത്തെ ചോദ്യം, 1.5 liter ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ 3/4 ഓഫ് എ ക്യാൻ. അതായത് ഒരു ക്യാനിൻ്റെ 3/4 പാർട്ട്. ഇത് നമ്മളിതിൻ്റെ ഹാഫ്, ഇതാണല്ലോ 3/4 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും വരും. ഈ ഒരു ക്യാനിൻ്റെ 3/4 പാർട്ട് മുഴുവൻ നിറച്ചൊഴിച്ചു നമ്മൾ വെള്ളം. എത്ര? ഇത് മുഴുവൻ എത്രയുണ്ട്? 1.5 ലിറ്റർ വെള്ളമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ക്യാനിൻ്റെ 1/4 ഭാഗം, അതായത് 3/4 പാർട്ട് നിറയും. 1/4 എന്ന് പറഞ്ഞാൽ അറിയാലോ, പകുതിയേക്കാളും കൂടുതലാണ് 1/4 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻ നിറയാനായിട്ട് ഇനി എത്ര ലിറ്റർ വെള്ളം? അപ്പം നിങ്ങൾ നോക്കുക, 3/4 എന്ന് വെച്ചാൽ 4 പാർട്ടിൽ 1, 2, 3, 4 പാർട്ടിൽ 3 പാർട്ട് നിറയാനായിട്ട് നമുക്ക് 1.5 ലിറ്റർ വേണം. അപ്പം തന്നെ ആലോചിക്കുക, ഇത് 1/2 ലിറ്റർ, ഇത് 1/2 ലിറ്റർ, ഇത് 1/2 ലിറ്റർ, അപ്പല്ലേ 1.5 ആയത്. അപ്പോൾ ബാക്കിയും കൂടെ ഫില്ലാവാൻ എത്രയും കൂടെ വേണം? 1/2 ലിറ്റർ. അപ്പോൾ ടോട്ടൽ ഈ ക്യാനിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 ലിറ്റർ ആണ്. ഇനി എത്ര ലിറ്റർ കൂടെ വേണം നമുക്ക്? 1/2 ലിറ്റർ കൂടെ മതിയാവും. ഓക്കെ, 1/2 ലിറ്റർ ഓഫ് വാട്ടറും കൂടെ മതി ടു ഫിൽ ദ ക്യാൻ. ഓക്കെ, സ്റ്റെപ്പായിട്ട് ചെയ്തു തരാം. 3/4 ഓഫ് എ ക്യാൻ is equal to 1/2 ലിറ്റർ ഓഫ് വാട്ടർ. 3/4 ഭാഗം, ഒരു ക്യാനിൻ്റെ 3/4 ഭാഗം വെള്ളം കൊള്ളുന്നത് എത്രയാണ്? ക്യാൻ ഹോൾഡ് 1.5 ലിറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ക്യാനിൽ കൊള്ളുന്ന വെള്ളം 1.5 ഇൻറ്റു 4/3. സത്യത്തിൽ നമ്മൾ ഇത് ചെയ്യേണ്ടത് 1.5നെ 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പം ഡിവിഷൻ നമ്മൾ ഫ്രാക്ഷനിൽ നമ്മൾ ഡിവിഷന് പകരം നമ്മൾ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ കണ്ടതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ എന്താക്കണം? ഫ്രാക്ഷൻ ആക്കണം. 1 2s are 2 + 1, 3/2 ഇൻറ്റു 4/3. ഒരേപോലുള്ളത് കട്ട് ചെയ്യാം. ബാക്കി 4/2. 4/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, 2 ലിറ്റർ. അപ്പം കപ്പാസിറ്റി ഓഫ് എ ക്യാൻ എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റി ഓഫ് എ ക്യാൻ ഈക്വൽ ടു 2 ലിറ്റർ.